ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GCC കൺട്രീസിൽ ജീവിക്കുന്ന, UAE ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റു ഗൾഫ് കൺട്രീസിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോം വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ US സ്റ്റോക്ക് മാർക്കറ്റിലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്താലുള്ള റിട്ടേണിൻ്റെ കമ്പാരിസൺ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തുകൊണ്ട് US സ്റ്റോക്ക് മാർക്കറ്റ്? GCC കൺട്രീസിൽ നിന്നുകൊണ്ട് നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ, നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇവിടെയോ അല്ലെങ്കിൽ US കൊടുക്കേണ്ടതില്ല. നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കൺട്രീസിലാണോ നിങ്ങൾ റെസിഡൻ്റ് ആയിരിക്കുന്നത് അവിടുത്തെ ടാക്സ് ആണ് നമുക്ക് അപ്ലിക്കബിൾ. ഇപ്പോൾ നമുക്ക് GCC കൺട്രീസിൽ ഒന്നും തന്നെ ടാക്സ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഗെയിനെ ഇവിടെയോ അല്ലെങ്കിൽ US ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതില്ല. അതേസമയത്ത് നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ നിയമപ്രകാരം ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കണം. ഒരേ ഒരു ടാക്സ് നമുക്ക് വരുന്ന ഒരേ ഒരു ടാക്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡിന്റെ മേലെ വരുന്ന ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരെ. അത് ഓൾറെഡി അത് ഡിഡക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ എമൗണ്ട് നമുക്ക് അയച്ചു തരിക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടാക്സ് കൊടുക്കുന്നതിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ വറീഡ് ആവേണ്ടതില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് GCC കൺട്രീസിലുള്ള ആളുകൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് പ്രവാസികൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് ഡോളറിനെതിരെ രൂപ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രത്തിൽ ഓരോ ദിവസവും രൂപ റെക്കോർഡ് തകർച്ചയിലേക്ക് എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ $1 7 രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നതെങ്കിൽ ഇന്ന് $1 കിട്ടാൻ വേണ്ടി 87 രൂപ നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് $1 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഈ 45 വർഷത്തിനുള്ളിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏകദേശം 92% തകർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് രണ്ടുണ്ട് കാര്യം. ഒന്ന്, US സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന റിട്ടേൺ. മറ്റൊന്ന് ഈ രൂപയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഡോളറിൻ്റെ അപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള റിട്ടേൺ കിട്ടും. ഒന്ന് ഡോളർ അപ്രീസിയേഷൻ്റെ, മറ്റൊന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന റിട്ടേൺ. ഇപ്പോൾ നമ്മൾ രൂപയുടെ മൂല്യ തകർച്ച എന്നൊക്കെ പറഞ്ഞു, അത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ഇവിടെ പരിശോധിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള റിട്ടേൺ ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇന്ത്യയിലെ നിഫ്റ്റി എന്നുള്ള ഇൻഡെക്സും US S&P 500 ഇൻഡെക്സും ആണ് നമ്മളെ ഈ ഒരു കാൽക്കുലേഷന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്നത്, 95%. അതേസമയത്ത് US നമ്മൾ ഉണ്ടാക്കിയ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് 82% റിട്ടേൺ മാത്രമാണ്. അതേസമയത്ത് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് 2020 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് $1 നമ്മൾ 71 രൂപയായിരുന്നു കൊടുക്കേണ്ടത്. അതേസമയത്ത് ഇന്ന് അതിൻ്റെ വാല്യൂ നമ്മൾ $1 കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ $1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് 87.79 രൂപയാണ്. അതായത് ഈ ഒരു ടൈം പീരീഡിൽ, ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഡോളർ രൂപയ്ക്കെതിരെ 23% അപ്രീഷിയേറ്റ് ആയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 5 വർഷത്തിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 1 ലക്ഷത്തിൻ്റെ വാല്യൂ നമ്മൾ INR കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു, നമ്മൾ ഉണ്ടാക്കി കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയത് INR അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ തന്നെ INR-ൻ്റെ ഇത്രയും വലിയൊരു മൂല്യ തകർച്ച ഈ ഒരു പീരീഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ, അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മൾ റിട്ടേൺ മെഷർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്നത് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. US സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ 124% റിട്ടേൺ ഉണ്ടാക്കി, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ 95% റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രൂപയുടെ മൂല്യ തകർച്ച കാരണം നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള റിട്ടേൺ കിട്ടും. ഒന്ന്, നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യുമ്പോഴുള്ള റിട്ടേൺ, മറ്റൊന്ന് ഡോളറിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടാകുന്ന സമയത്തുള്ള റിട്ടേൺ. അപ്പോൾ രണ്ട് രീതിയിലുള്ള റിട്ടേൺ US സ്റ്റോക്ക് മാർക്കറ്റിൽ വഴി ഇൻവെസ്റ്റ് ചെയ്യുക നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കണം. അതുപോലെ തന്നെ US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലോകത്തിലെ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 50% മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പ്രൊവൈഡ് ചെയ്യുന്ന US സ്റ്റോക്ക് മാർക്കറ്റാണ്. ഏറ്റവും വലിയ ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 11 കമ്പനികളിൽ 9 കമ്പനികളും US കമ്പനികളാണ്. നമുക്കറിയുന്ന ആപ്പിൾ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആമസോൺ, അതുപോലെ മെറ്റ, അതുപോലത്തെ കമ്പനികളൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന US സ്റ്റോക്ക് മാർക്കറ്റ്. ബിഗ് ടെക് കമ്പനികൾ, ബിഗ് ഫാർമ കമ്പനികൾ, ബിഗ് ഫൈനാൻസ് കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന US സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആപ്പിൾ ആയാലും അതുപോലെ തന്നെ ആമസോണൊക്കെ ആയാലും
വേൾഡ് വൈഡ് ആളുകൾ യൂസ് ചെയ്യുന്ന കമ്പനികളാണ്, അല്ലെങ്കിൽ വേൾഡ് വൈഡാണ് അവർ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ലോകോത്തര നിലവാരമുള്ള അല്ലെങ്കിൽ ലോകത്ത് മൊത്തം വ്യാപിച്ച് കിടക്കുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ എടുക്കാനും പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ, പ്രവാസികൾക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്ക് ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയതാണ് പല ആളുകളും ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ UAE നിന്ന് അല്ലെങ്കിൽ മറ്റ് GCC കൺട്രീസിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ GCC കൺട്രീസിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഫോറക്സ് ബ്രോക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബ്രോക്കർ അടുത്ത് നിന്ന് കോള് വരാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. പക്ഷേ ഇതിലൊരു 99% ഇത് ഇവിടെ ലിസ്റ്റഡോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി ബോഡീൻ്റെ അണ്ടറിൽ വരുന്നതോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഗവൺമെൻറ് ഏജൻസിൻ്റെ മുന്നിലും കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ പണം തിരിച്ച് കിട്ടാനോ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വഴി വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള UAEയിലുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള 2 പ്ലാറ്റ്ഫോമുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിലൊന്നിൻ്റെ പേര് ബറാക്ക എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ റെഫറൽ കോഡ് വഴിയാണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ $50 റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. ബറാക്ക എന്ന് പറയുമ്പോൾ ദുബായിലെ DFSAയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. DFSA റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഈ ബറാക്ക എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് US-ലെ 5000-ലധികം സ്റ്റോക്കിൽ ബിറ്റ്കോയിൻ ETF, ഗോൾഡ് ETF അല്ലെങ്കിൽ കമോഡിറ്റി ETFിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് വാങ്ങാം, വിൽക്കാം, വിഡ്രോ ചെയ്യാം എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള റെഫറൽ ലിങ്കും ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ചെക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് സെർവ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ലിസ്റ്റഡ് ആയിരിക്കുന്ന അബുദാബിയിലെ ADGM മാർക്കറ്റ്, അബുദാബി ഗ്ലോബൽ മാർക്കറ്റാണ് ഈ ഒരു പ്ലാറ്റ്ഫോം റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് US-ലുള്ള 5000-ലധികം സ്റ്റോക്കുകൾ, ETF-കൾ, അതുപോലെ തന്നെ മറ്റ് ട്രേഡിംഗ്, ഇതിൽ ഡെറിവേറ്റീവ്സും അവൈലബിൾ ആണ് സെർവയിൽ. ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് $2500 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $50 റെഫറൽ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സുകൾ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും US സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും റിട്ടേണിൻ്റെ കമ്പാരിസൺ. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പഠിക്കാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. എനിക്ക് മുമ്പ് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാര്യം പറയുന്നത്. ചില ആളുകളൊക്കെ വിറ്റതിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷെയർ വിൽക്കും, വിറ്റ അതേ സമയത്ത് തന്നെ വിഡ്രോ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് എന്തുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നീ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് T+2 സെല്ല് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ US സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ UAEയിലൊക്കെ ടൈം എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇപ്പോൾ 6:30 വൈകുന്നേരം 6:30 US സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോൻ്റെ നല്ലൊരു പോർഷൻ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്കോയിനിലാണ്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ റിസർവ് സ്റ്റോക്ക് ആയിട്ടുള്ള ബിറ്റ്കോയിൻ ട്രഷറി സ്റ്റോക്ക് ആയിട്ടുള്ള മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്റ്റോക്കിലൊക്കെയാണ്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.